ദുബൈയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴാണ്. ഇന്ന് ജീവിക്കണം, നാളത്തെ കാര്യം നാളെ. 2029 ഇന്ന നടക്കൂന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. വിഷനുള്ള ഭരണാധികാരികളുണ്ടോ? ഒരിക്കലും നാട് പിന്നോട്ട് പോകത്തില്ല, നാട് മുന്നോട്ടേ പോകത്തുള്ളൂ. ഹബീബി കം ടു DXP പോഡ്കാസ്റ്റ് എക്സ്പ്രസ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UAE-യുടെ, ദുബായിയുടെ, അബുദാബി, അങ്ങനെ എല്ലാ എമിറേറ്റ്സിൻ്റെയൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് വളർച്ചയെക്കുറിച്ചാണ്. ഇന്ന് എൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റ് വളർച്ചയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് ടൈക്കൂൺ സജ സാറുണ്ട്, പിന്നെ നമ്മുടെ ടിബിൻ ബ്രോ ഉണ്ട്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ കാലത്തിനെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ റിയൽ എസ്റ്റേറ്റിൽ UAE-യിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള മലയാളികൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡാറ്റ കണക്കനുസരിച്ചിട്ട് ഒരു 160ഓളം ബ്രാൻഡഡ് റെസിഡൻസ് വരാൻ പോകുന്നുണ്ട്. അതായത് ബ്രാൻഡഡ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു അറിയപ്പെടുന്നൊരു ഡെവലപ്പർ അവരൊപ്പം തന്നെ അറിയപ്പെടുന്നൊരു ബ്രാൻഡും കൂടിയിട്ട് കൊളാബ് ചെയ്തിട്ട് വരുന്ന പുതിയ ബ്രാൻഡഡ് റെസിഡൻസ് വരുന്നുണ്ട്, പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം അത്ര ഇതായി. പക്ഷേങ്കിൽ ഈ ഒരു 17 വർഷമായിട്ട് ദുബായിയുടെ വളർച്ച കണ്ടിട്ടുള്ളതാണ് ടിബിൻ ബ്രോ. ഈ ടിബിൻ ബ്രോ ദുബായ് അല്ല, മീൻസ് UAE-യുടെ വളർച്ച കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും ഇപ്പോഴാണ് നമുക്ക് ഇത്രയും മില്യനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വരെയും ഇപ്പം ഉള്ളത് UAE ബേസ്ഡാണ്, ദുബായ് ബേസ്ഡാണ്. അപ്പം ഞാൻ ടിബിൻ ബ്രോയോട് ചോദിക്കുന്നത്, ടിബിൻ ബ്രോയുടെ ഈ 17 വർഷത്തെ ആ ഒരു വളർച്ച എന്താണ്? UAE-യുടെ ഒരു വളർച്ച എങ്ങനെ, എന്തോരം വളർച്ച ഉണ്ടായിട്ട്? ഭയങ്കര വളർച്ചയല്ല. ആക്ച്വലി ഞാനിവിടെ വരുന്ന സമയത്ത് അബുദാബിയിൽ പറയുകയാണെങ്കിൽ റീം ഐലൻഡ് ഇല്ല, യാസ് ഐലൻഡ് ഇല്ല, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് പിന്നീടാണ്. അപ്പോൾ ഇപ്പം തന്നെ അവിടെ തന്നെ റെസിഡൻഷ്യൽ എത്രയോ ആളുകൾ, മലയാളികൾ അവിടെ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിറ്റിയിൽ നിന്നും തൊട്ടടുത്താണ്, റീമിനെ കുറിച്ചൊക്കെ പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടേഴ്സ് അവിടെ ഫ്ലാറ്റ് സ്വന്തമായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ റിയൽ എസ്റ്റേറ്റിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്നത് ദുബൈ, അബുദാബി തന്നെയാണ്. ദുബൈയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഒരു സ്ഥലം ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ സിറ്റി ആയിട്ട് മാറി. അതായത് ഒരു തരിശായിട്ട് കിടന്നൊരു, അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൽ തന്നെ റോഡുകളുടെ വികസനം. അതെ, റോഡിന്റെ വികസനം പറയാണ്ടിരിക്കുക. റോഡിന്റെ വികസനത്തിന്റെ കാര്യം, ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ദുബായ് അബുദാബിക്ക് ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ കണ്ട വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ വന്നത് E311 എടുത്തിട്ട്, അതായത് പഴയ ഷെയ്ഖ് സാർ റോഡ് എടുത്തിട്ട് പിന്നീട് നമ്മൾ ഷെയ്ഖ് സാർ റോഡിൽ കയറി വന്നത്. ആ പഴയ ഷെയ്ഖ് സാർ റോഡിൽ ഇപ്പം ഒരു ലൈനിന് 8 വരി പാതയാണ്. അതിൽ ഒരു 3 ലൈൻ മാത്രം പാസഞ്ചേഴ്സിന് ഇട്ട് കൊടുത്തിട്ട് ബാക്കി 2 സൈഡിൽ നിന്നും അപ്പ് ആൻഡ് ഡൗൺ 2 സൈഡിലും റോഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവരുടെ ടോപ്പ്. നമ്മള് മെട്രോ ആണെങ്കിലും മെട്രോ എത്ര വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കും. പിന്നെ ഇവർക്കൊരു വിഷൻ ഉണ്ട്. ആ വിഷനിൽ അവരൊരു കാര്യം പറഞ്ഞ് 2029 ഇന്ന നടക്കൂന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. അത് ശരിയാ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രാവർത്തികമാക്കാമെന്ന് കാണിച്ചെന്നുള്ള, അല്ലാതെ പറഞ്ഞിട്ട് ആ വഴിക്കൂടെ പോകുന്ന പരിപാടിയൊന്നും. അതാണ് ഏറ്റവും വലുത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വാഗ്ദാനങ്ങൾ മാത്രമല്ല, വാഗ്ദാനം പറയുന്നുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അതെ, സത്യമാണത്. ഇപ്പോൾ തന്നെ പുതിയൊരു റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ന്യൂ ബയേഴ്സ് ഹോം എന്നുണ്ട്. അതായത് അതിപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു സിറ്റിസന് വേണ്ടി മാത്രമാണ്. അല്ലല്ല, സിറ്റിസൺ അല്ല, എക്സ്പാർട്സിനും ഈ പറഞ്ഞിട്ട്, അതായത് ഇവിടെ ഉള്ള ആള് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പുതിയ അതായത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതായത് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് പുതിയ ഇനീഷ്യേറ്റീവ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ കാര്യം അത് മാത്രമല്ല, ഭയങ്കര നല്ല മോർഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സ്കീമാണ് ആ സ്കീം കൊണ്ടുവരുന്നത്. അപ്പോൾ ആർക്കും ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാന്നുള്ളൊരു ലെവലിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതാണ് ഇവർ. പിന്നെ വേറൊരു കാര്യമുണ്ടെന്ന്, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഞാൻ വായിച്ച ഒരു സാറ് വാർത്തയ്ക്കകത്തിലും നൈറ്റ് ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് 3-ലാണ് ദുബായ്. അതുപോലെ അബുദാബി ഉണ്ട് 10-ഓ 11-ഓ, അത് എക്സാക്ട് ഫിഗർ എനിക്ക് അറിയത്തില്ല. ഇന്നത്തെ ഇതിൽ കണ്ടില്ല ഏറ്റവും സേഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് അബുദാബി. അത് നമുക്ക് തുറന്നിട്ട് പോകാം, നമുക്ക് റൂമൊക്കെ തുറന്നിട്ട് പോയാൽ ഒരു പ്രശ്നമില്ല. അത് സർവൈലൻസ് ഭയങ്കര, സോഷ്യൽ സെക്യൂരിറ്റി ഭയങ്കരമാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാത്തിലേക്കും എത്തിപ്പെടാം. ഇപ്പൊ വേൾഡ് തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ് അബുദാബി. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അങ്ങനെ അതും വേണം പറയാൻ. മാത്രമല്ല, ഇപ്പൊ ഇവിടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് സബ്ജക്റ്റ് ആക്കി വരുന്നുണ്ട്, ഒരു സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെയൊക്കെ വരുമ്പോ എത്ര സമയമാവുന്നത്. ഫ്യൂച്ചറിനെ ഒരുപാട് കറക്റ്റ് ആയിട്ട് വിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റോഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എയർ ടാക്സി
അത് ഇന്തോനേഷ്യ വരുവാണ് ഉടനെ വരുവാണ്. ടെസ്റ്റ് കഴിഞ്ഞല്ലോ. ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് കഴിഞ്ഞു. അല്ല അതിവിടെ വരും എന്ന് പറഞ്ഞാൽ അതെ, ഡ്രൈവറില്ലാത്ത ടാക്സി, എയർ ടാക്സി. അവിടെ യാസില് ഡിസ്നി വരുന്നു, ഡിസ്നി വേൾഡ്. അതുപോലെ തന്നെ റാസൽ കെയിമില് മറ്റേ അതായത് കാസിനോ ഫസ്റ്റ് കാസിനോ വരുന്നുണ്ട്. കാസിനോട് വന്നു കഴിയുമ്പോഴത്തേനും ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുക, അതിനനുസരിച്ച് ആ ഏരിയ മൊത്തം ഭയങ്കര. പിന്നെ അവർ കാസിനോ വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു എന്റെ റാസൽ കൈമ തന്നെ മൊത്തത്തിലേക്ക് മാറും. റാസൽ കൈമ മാത്രമല്ല, റാസൽ കൈമ വളരുന്നതോടൊപ്പം തന്നെ ദുബായ്, ഇപ്പം ഫോറിനേഴ്സ് വന്നാൽ പോലും ദുബായ് ഒരു ഹബ്ബായിട്ട് വരുമ്പോൾ ദുബായിൽ അവർ സ്റ്റേ ചെയ്തിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇപ്പം പുതിയ ഡെവലപ്മെന്റ് വരുന്നില്ല, പുതിയ ബീച്ച് ഡൗൺ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല പുതിയ എയർപോർട്ട് വരുന്നുണ്ട്, മക്തും എയർപോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന്. അതെ. അതുപോലെ തന്നെ അബുദാബിയിലും കുറെ കൂടുതൽ പ്രൊജക്ട് ആയിട്ട് മുൻ വർഷത്തേക്ക് ഒത്തിരി ഉണ്ട്. നമ്മുടെ ഒരുപാട് പുതിയ ഐലൻഡുകൾ, റെയിൽവേ ഐലൻഡ് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇപ്പം എല്ലാവർക്കും നമുക്ക് വലിയ ഇതൊന്നും മേടിക്കും, പക്ഷെ വേണമെങ്കിൽ ഒരു സ്റ്റുഡിയോ ഒക്കെ മേടിക്കുക, ഒരു സാധാരണക്കാരൻ ഒരു കുറച്ചൊക്കെ സേവ് ചെയ്തിട്ട് ഈ നാട്ടിൽ വലിയ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല പറയാം, നാട്ടിൽ നമ്മൾ തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. നാട്ടിലൊരു വീടൊക്കെ എല്ലാവർക്കും വേണം നിർബന്ധമായിട്ട്, പക്ഷെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദൈനംദിനമായിട്ട് നമുക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം, ഇല്ലെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യാം. റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന ഇന്നും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമാണ്. ഇപ്പം ഇവിടെ ഒരു ഞാനത് ഒരു ബ്ലോഗർ പറയുന്നത് കേട്ടു, അതായത് ഇപ്പൊ നാട്ടില് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ വേസ്റ്റ് ആണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ നാടിനെ അപമാനിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് ഞാനൊരു കാര്യം പറഞ്ഞാൽ, എന്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ നാട്ടില് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റുഡിയോക്ക് 700,000 വരും, ഒരു കോടിക്ക് മേലെ വരും. നാട്ടിൽ ഒരു 1 കോടിക്ക് വരും. നാട്ടിൽ എറണാകുളത്ത് ഒരു കോടി മുടക്കി നമ്മളൊരു നല്ലൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ മേടിച്ചിട്ടാല് നമുക്ക് എത്ര മാക്സിമം ഒരു മാസം എത്ര കിട്ടും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20,000 അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും 25,000 കിട്ടത്തില്ല. റെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് താമസിക്കുന്നവനായിട്ട് പിന്നെ അടിയാകും, ഇറങ്ങിയല്ല നിയമ പ്രശ്നങ്ങൾ. ഇവിടെ അതേസമയത്ത് ഇവിടെ നമ്മൾ സ്റ്റുഡിയോ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം നല്ലൊരു ഏരിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ സ്റ്റുഡിയോക്ക് ഒരു 40,000 മേലെ ഒരു പെർ ഇയർ കിട്ടുന്നുണ്ട്. അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു പരിധി വരെ, അതായത് INR ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്താൽ നമുക്ക് പെർ മന്ത് ഇവിടെ ROI കിട്ടുമ്പോൾ അവിടെ ഈ സെയിം പൈസക്ക് അവിടെ കിട്ടുന്നത് മാക്സിമം 25,000 ആണ്. അപ്പൊ എത്ര പെർസെന്റേജ് വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ റെന്റൽ ഈൽഡ് കൂടുതലാണ്. അങ്ങനെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ കൂടുതൽ അതായത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ കാരണം കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഈ സ്റ്റുഡിയോ തന്നെ നമുക്ക് ഇപ്പൊ ഇയർലി എയർബിഎൻബി അതുപോലെ തന്നെ നമുക്ക് വെക്കേഷൻ ഹോംസ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിലും കൂടുതൽ ലാഭം ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ താമസിച്ച് നമ്മുടെ കുട്ടികൾ ഒരു 90% തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാനായിട്ട് അവർക്ക് ചിലപ്പോൾ ആ കൾച്ചറുമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത പോലെ അവർക്ക് ചെയ്യണമെന്ന് പറ്റില്ല. അപ്പൊ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോ 1 ബെഡ്റൂം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്യൂച്ചറിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് ഇവിടെ ഒരു ജോലി കിട്ടുമ്പോൾ അവർക്ക് റെന്റിൽ താമസിക്കേണ്ട കാര്യമില്ല. അവർ അത് അവർക്ക് കൊടുത്തേക്കാം, അവർക്ക് വേറെ നമുക്കൊന്നും വേണ്ട. അങ്ങനെയല്ല, ഇനി നമുക്ക് റിട്ടയർഡ് ലൈഫ് ആണെങ്കിലും ഇവിടെ താമസിക്കും. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും ടോപ്പ് ഇൻ ദ വേൾഡ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തരുന്നു. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് വേണ്ട, ആംബുലൻസും നമ്മുടെ ഇവരും പാരാമെഡിക്കും ഇമ്മീഡിയറ്റ്ലി വരും. ഭയങ്കര ഇതാണ്. പിന്നെ വീട്ടിൽ ഏറ്റവും ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുകൾ ഇവിടെയുണ്ട്. ഇപ്പം ക്ലെവലന്റ് ആണെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും അത്രയ്ക്കും സൗകര്യങ്ങളാണ്. ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ മോശമായിട്ട് പറയുന്നതല്ല, ഇപ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ യൂറോപ്യൻ രാജ്യത്തുണ്ട്, UK അതുപോലെ അടുത്തേക്കുണ്ട്. അവിടേക്ക് ഒരു എമർജൻസി വന്നാൽ പോലും അവർ ഒരു അപ്പോയിൻമെൻറ്റ് ഡോക്ടറെ കിട്ടണമെങ്കിൽ തന്നെ ആഴ്ചകളോളം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഇവിടെ നമുക്ക് എന്തൊരു എമർജൻസി വന്നാലും നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് ഇവിടെ ആംബുലൻസ് സർവീസ് ഉണ്ട്. നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ നല്ല ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് തരുന്നത്. വെയിറ്റ് ചെയ്യണ്ട, ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അല്ല, ഇവിടെ അങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ഗവൺമെന്റ്, അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതില്ല, വ്യത്യസ്തങ്ങളില്ല. അതൊരു വലിയൊരു അതായത് പല രാജ്യത്തു നിന്നുള്ള പല കൾച്ചറിൽ നിന്ന് വന്ന ഒരേ ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവരുമായിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് പല കൾച്ചറിലുള്ളവർ ഇവിടെ അതൊന്നും അത് ഭയങ്കര ഈസി വേ അല്ല. പിന്നെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ 200+ നാഷണാലിറ്റീസ് ഉണ്ട് ഇവിടെ
കാണും. എല്ലാ രാജ്യത്തു നിന്നും ഇവിടെ ഒരാളെങ്കിലും ഉണ്ട്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട്. വരുന്നവരോട് തിരിച്ചു പോകത്തില്ല. അതാണ് ആരും പോകില്ല. ഇപ്പം ടിവിൻ ബ്രോ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ പഠിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ആണെന്നറിയാം, ഒരിക്കലും അവർക്ക് ഇവിടെ വിട്ടു പോകില്ല, അവർ തിരിച്ചു പോകില്ല. ഇല്ല, അത് ശരി. പണ്ട് നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനായിട്ട് നമ്മൾ കാനഡയ്ക്കും US UK അങ്ങനെ ഓസ്ട്രേലിയക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമുക്ക് ഇവിടെ സൗകര്യങ്ങൾ, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, ഖലീഫ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിലും എല്ലാവിധ കോഴ്സുകളും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ മക്കളെ അവിടെ വിട്ട് പഠിപ്പിക്കണം. ഇവിടെയുള്ളവർ ഇവിടെ സെറ്റിൽഡ് ആയവർക്ക് ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി പഠിക്കാം, ഇവിടെ തന്നെ നല്ല ജോലി കിട്ടും, ഇവിടെ തന്നെ താമസിക്കാം. ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്ക് വേണ്ടത് തന്നെയാണ്, നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി, നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുക, വെൽബീയിങ്, നമുക്ക് വീക്കെൻഡുകൾ എൻജോയ് ചെയ്യാനുള്ളത്. ഇവിടെ ഏറ്റവും അടിച്ചു പൊളിക്കേണ്ടവനും അടിച്ചു പൊളിക്കാം, സമാധാനത്തിൽ ജീവിച്ചു പോകണവൻ അങ്ങനെയും ജീവിക്കും. ഇതിന് മിഡിലിനകത്ത് രണ്ടും ഉള്ളവർക്കും ജീവിക്കാം. ആരും നമ്മുടെ മെക്കിട്ട് കയറാനും വരുന്നില്ല, നമ്മൾ ആരുടെ മെക്കിട്ട് കയറാൻ പോരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ സമാധാനമായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നമില്ല. കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരും ഇൻവോൾവ് ആകുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അപ്പുറത്തെ ഡോറിൽ അപ്പുറത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് പോലും നമ്മൾ നമ്മൾ എത്തിനോട്ടം ഇല്ല. അല്ല, എത്തിനോട്ടം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീഡം. ഞാൻ ഇവിടെ വന്ന് ഞാൻ 5 വർഷം ആവുന്നു. ഈ 5 വർഷം കൊണ്ട് എനിക്ക് ഇത്രത്തോളം ഫ്രീഡം ഞാൻ ഇപ്പൊ പറയുന്നവർ പറയും, കുറ്റം പറയും, നമ്മൾ നാട്ടിൽ പോലും എനിക്ക് ഇത്രത്തോളം ഫ്രീഡം കിട്ടിയിട്ട്. ഇതിനൊന്നും കുറ്റമല്ല, കമ്പാരിസൺ ആണ് എപ്പോഴും. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. നാട്ടില് നമുക്കിപ്പോ നാട്ടിലൊക്കെ നടക്കുന്ന ഓരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയവും സങ്കടവും എല്ലാം കൂടിയോ വരും, വിഷമവും ആണ്. അല്ല, നമുക്ക് നമ്മുടെ നാട് എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കണമെന്ന്. നമ്മൾ എവിടെയാണോ അവിടവും നമ്മൾ സ്നേഹിക്കും. നമ്മൾ ജനിച്ചത് എവിടെയാണോ അത് നമ്മുടെ മാതൃരാജ്യമാണ്. നമ്മൾ അതിനെ ഒരിക്കലും ഇത് പറയുന്നതല്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്യണം. നമ്മളിപ്പോ നല്ലതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും. എൻ്റെ ഒരു ഏറ്റവും ഇതായിട്ടുള്ള തീരുമാനം എന്ന് വെച്ചാൽ, ഡിഗ്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഈ നാട്ടിലൂടെ അലമ്പി നടക്കുന്ന കുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും പിടിച്ച് ഒരു 3 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് കൊണ്ടുവിടും. ഒരു ഡിസിപ്ലിൻ പഠിക്കാൻ, അതായത് ഇത് ജീവിതം പഠിക്കാനായിട്ട്. അതായത് ഇത് മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്നതല്ല, ലോകമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കാണണം, അത് ആസ്വദിക്കണം എന്നുള്ളത്. അല്ലാതെ എപ്പോഴും നമ്മൾ ഈ ലഹരിക്ക് പുറകെ പോവുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തിക്കൊല്ലുക. അതായത് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഇപ്പോഴും ഒരു ഫോക്കസ് ഇല്ല. അതായത് ഒരു ഫോക്കസും ഇല്ല. എന്തെങ്കിലും കഴിഞ്ഞു ഇവിടെ അങ്ങനെ ഉള്ളവരുണ്ട്, നല്ല മെഡിക്കലായിട്ടുള്ള കുറെ അങ്ങനെയുള്ളവരാണ് ഈ പുറത്ത്. 5% മതി ഒരു നാട് നശിപ്പിക്കാൻ. അതായത് നമ്മുടെ 95% മുകളിലും നല്ല ആളുകളാണ്. പക്ഷേ 5 ചേർത്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാലിനകത്ത് വിഷം വീഴുന്നതും സംഭവം ശരിയാണ് കാര്യം. പക്ഷെ അങ്ങനെ ചിന്തിച്ചു പോകുന്നവര് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം എത്രയോ പേര് പോയിട്ടുണ്ട്. ഇപ്പൊ ലൈക്ക് ഞാൻ പറയാം, ആൻവിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, UK മില്ലിയനിയർ ആണ്. 28 വയസ്സായിട്ടുള്ളൂ. അവൻ പോയിട്ട് 5-6 കൊല്ലം കൊണ്ട് അവൻ മില്ലിയനിയർ ആയി UK പോയിട്ട്. അത് നമ്മളെന്താ വെച്ചാൽ യാത്രകൾ എപ്പോഴും റിഫ്രഷ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിന്റെ എന്താ കൾച്ചറുകൾ പഠിക്കാനും നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. എന്നാലും റിയൽ എസ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത്, ഇപ്പൊ ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് വേണം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ 2 ഫ്രണ്ട്സിനോ 2 സഹോദരങ്ങൾക്കോ അല്ലെ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോ അതൊരു ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. 2 പേര് കൂടി എടുക്കുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ഇവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റ്. ഇതുവരെയുള്ള ഗ്രോത്ത് എന്താണെങ്കിലും ഇനി അങ്ങോട്ടാണെങ്കിലും അടുത്ത ഒരു എങ്ങനെയാലും ഒരു കുറഞ്ഞൊരു 10 കൊല്ലത്തേക്ക് പോലും UAE-യുടെ വളർച്ചയ്ക്ക് ഒരു വർഷത്തേക്ക് 10 വർഷം എന്നല്ല, 10 വർഷം എന്നല്ല, ഒരിക്കലും വിഷനുള്ള ഭരണാധികാരികളുണ്ടോ? ഒരിക്കലും നാട് പിന്നോട്ട് പോകത്തില്ല. നാട് മുന്നോട്ടേ പോകത്തുള്ളൂ. പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വളർന്നതോടും തോറും പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അതുപോലെ ആ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കോട്ടെന്ന് പറയാം, അവരൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ബ്ലൂ മെട്രോ ലൈക്ക് ഒന്നും തുടങ്ങിയില്ല. ജസ്റ്റ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു 9/9/2029 ഫസ്റ്റ് മെട്രോ കൂടും. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് അവർക്കറിയാം അവരത് തീർത്തിരിക്കും. അവർ 9/9 ഓടിയിരിക്കും. അത് അതെന്തിനാ? നമ്മളിപ്പോൾ രാവിലെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഏതെങ്കിലും റോഡ്, ഇപ്പോൾ സപ്പോസ് ഞാൻ പോകുന്നത് അൽക്കൽ റോഡ് വഴിയായിരുന്നു. അൽക്കൽ റോഡ് പോകുമ്പോൾ കുറേ ഒരു 3-4 ഫ്ലൈ ഓവർ അവർ വീണ്ടും ഈ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ ഇടയ്ക്കൊന്ന് പോവും. എനിക്കൊന്നൊരു 6 മാസം പോലും ആയില്ല. മാക്സിമം ഫ്ലൈ ഓവറിൽ കൂടെ പിന്നെ തിരിച്ച് വണ്ടി പോകുന്നത്. അതായത് 6 മാസം കൊണ്ട് 3-5 ഫ്ലൈ ഓവർ പണിഞ്ഞ് പിന്നെ വണ്ടി കയറ്റി വിട്ടു. മാത്രമല്ല ആ ഫ്ലൈ ഓവർ പണിഞ്ഞത് പറഞ്ഞില്ല,
ഫ്ലൈഓവറെ കൂടെ വണ്ടി പോയത് പറഞ്ഞിട്ടില്ല. അതെ അതെ ചെണ്ട ഒന്നുമില്ല ഒന്നുമില്ല, ഉദ്ഘാടനമില്ല, മേളങ്ങളില്ല, ഒന്നുമില്ല, ഫ്ലെക്സുകളില്ല. ഇല്ല. അത് നമ്മൾ പത്രത്തിലൊരു വാർത്ത വരും, ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ നാട്ടിലേക്ക് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പണ്ടൊക്കെ നമ്മൾ ഒരു ഗൾഫുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർഷത്തിൽ ഒരിക്കലും 30 ദിവസം വരുന്നു, മറ്റേ പോളിസ്റ്റർ മുണ്ട് കൊടുത്ത് ഹൈ എൻഡ് സിഗരറ്റ് പാക്കറ്റും വെച്ച് നാട്ടിൽ നടക്കുന്നു, 30 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. അവർ നാട്ടിലൊരു വീട് വെക്കുന്നു, ഒരു 30 കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ വരുന്നു, വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. ഇതായിരുന്നു പ്രവാസി എന്ന് പറഞ്ഞ്. ഇന്ന് ആ പ്രവാസം മാറി. ഇന്നത് മാറി. ഇന്ന് ഇപ്പം സപ്പോസ് ഞാനാണെങ്കിൽ പോലും ഞാൻ വന്നിട്ട് 4 കൊല്ലം 5 കൊല്ലം ആവുന്നു. ഈ 5 കൊല്ലം കൊണ്ട് എൻ്റെ ഫാമിലിയെ ഞാനിവിടെ കൊണ്ടുവരുവാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു ജനറേഷന് അവർക്കൊരിക്കലും ഒരു അങ്ങനെ ഒരു പ്രവാസിയായിട്ട് റിട്ടയർ ലൈഫ് ആസ്വദിക്കാനല്ല, അവർക്കുള്ള സമയത്ത് അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അവരുടെ മക്കൾക്ക് കൂടെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിനു വേണ്ടിയുള്ള. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും നല്ലതാണ്. കാര്യം ഈ റെന്റ് കൊടുത്ത് നമ്മൾ അതെ റെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 2 ബെഡ്റൂമിനൊക്കെ 60,000 അല്ലെങ്കിൽ 3 ബെഡ്റൂമിന് 70-80 രൂപ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ഒരു കുറച്ച് പേയ്മെന്റ് നമ്മുടെ ഉണ്ടെങ്കിൽ ഒരു 3 വർഷം 4 വർഷത്തേക്ക് ഒരു ഓഫ് പ്ലാനിൽ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഗ്രാജുവലി അടച്ചു തീരുന്നേ. പിന്നെ മോർഗേജ് കിട്ടും, പേയ്മെന്റ് പ്ലാൻ കൊടുക്കുന്നു, നല്ല പേയ്മെന്റ് 1% ഈയിടെ 0.33% 6% കൊടുക്കുന്ന ഡെവലപ്പേഴ്സും ഉണ്ട്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു ഇനിയുള്ള തലമുറ അത് പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരും ഇവിടെ തന്നെ ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ തന്നെ പരിചയത്തിൽ എത്രയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ പഴയ ഒരു ട്രെൻഡ് മാറി. ആളുകൾക്ക് ഇപ്പൊ ആ ഒരു ട്രെൻഡിലല്ല, ഇന്ന് ജീവിക്കണം, നാളത്തെ കാര്യം നാളെ. അപ്പൊ ഇന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ പിന്നെ വരുന്നുണ്ട് കേട്ടോ, നാട്ടിൽ നിന്നും വരുന്നുണ്ട്. ഇവ നാട്ടിൽ നിന്ന് മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മളാണ് പ്രോപ്പർട്ടി എല്ലാം റെഡി ആയി കൊടുത്തത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് യു കെയിലുള്ള ആളാണ്, അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം യു കെ പോയിട്ട് പോലും അവർ അവിടെ മേടിക്കാതെ ഇവിടെ വന്ന് മേടിച്ചു. അതുപോലെ തന്നെ അതർ GCC കൺട്രിയിലെ ബിസിനസ്മാൻമാർ ഈ കഴിഞ്ഞ ദിവസം ഒമാനിയിൽ അവർ വന്ന് മേടിച്ചു. അങ്ങനെയുള്ള ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റിയ സമയമാണ്. ഈ സമയത്ത് നിങ്ങളൊരു പ്രോപ്പർട്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നേട്ടം മാത്രമുണ്ട്. അതിൽ നല്ലൊരു ROI കിട്ടാം. ഈവൻ നിങ്ങൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ പോലും നിങ്ങൾ റെന്റ് ഔട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു റെന്റ് ഔട്ട് വേണമെങ്കിൽ നിങ്ങളൊരു മോർഗേജ് ഇട്ട് ആ മോർഗേജ് കവർ ചെയ്യാനൊക്കെ കൂടെ നിങ്ങൾക്ക് റെന്റ് ഔട്ട് പറ്റും. അപ്പം ഇനീഷ്യലി നിങ്ങൾ അത്രയും ഇപ്പൊ ഒരു 1 million ആണെങ്കിൽ പോലും നിങ്ങൾ അത്രയും എമൗണ്ട് ചെയ്യേണ്ട നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ അല്ലേ കൊടുക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ എവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വരാൻ പോകുന്നുണ്ട് വെച്ചെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ആ ഏരിയ ഡെവലപ്പ് ആവും. ആ ഏരിയ ഡെവലപ്പ് ആവുന്നതിന് അനുസരിച്ച് തന്നെ നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടും. അതൊരു ഗൈഡൻസ് വേണം. ഒരു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റിന്റെ ഒരു ഗൈഡൻസ് നിർബന്ധമായിട്ടും. ഇപ്പൊ സജ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ടിംബ്രോയോട് ചോദിക്കാം, പക്ഷേ സജ ഇപ്പൊ നമ്മൾ ദുബായിൽ കറക്റ്റ് ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ഏതാണ്? കറക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇപ്പൊ അടുത്തൊരു 2-3 കൊല്ലത്തിനുള്ളിൽ ഡിമാൻഡ് ആവാൻ പോകുന്ന ഒരു ഏരിയ ഏതാ? ഇപ്പൊ ദുബായിനെ സംബന്ധിച്ചാണെങ്കിൽ 2-3 ഏരിയ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ബ്ലൂ ലൈൻ മെട്രോ വരുന്ന ഒരു ഏരിയ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മക്തൂം എയർപോർട്ട് വരുന്ന ദുബായ് സൗത്ത് ആ ഏരിയ എടുക്കാം. കാരണം ഇതൊക്കെ ഡെവലപ്പ് ആവുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ അബുദാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ യാസ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ റീമും യാസും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട് ജുബൈലാണ്. പക്ഷെ അവിടെയൊക്കെ ഈ റേറ്റ് നമുക്കൊരു സാധാരണ ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് റീമും അതുപോലെ തന്നെ പ്രൊജക്ട് നല്ല. അതുപോലെ ഇപ്പൊ കാച്ചിന് വരുന്ന റാസൽ കൈമ അതും നല്ല ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ യു എയിൽ എവിടെയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ഇപ്പം യു എയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നാളെ ഇത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന നിർബന്ധമില്ല. അല്ല, നാട്ടിലുള്ളവർക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ആളുകൾ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ, നാട്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ക്ലയന്റ് നാട്ടിൽ നിന്ന്, അത് ശരിക്കും നമ്മുടെ ക്ലയന്റ് ആക്ച്വലി പ്രോപ്പർട്ടി കണ്ടിട്ടില്ല, വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ നാട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തു, നമ്മളെ വിശ്വസിച്ച് നമ്മളെല്ലാം എല്ലാം ചെയ്തു കൊടുത്തു. ആളിപ്പം നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓണറായി. അത് നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ഓണർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന നല്ല മോർഗേജ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി പ്രോപ്പർട്ടി നമ്മൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും അല്ലേ സജ? തീർച്ചയായിട്ടും. അതായത് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിരാശപ്പെടുത്തില്ല. അപ്പോൾ അതായത് അവസരങ്ങൾ ഒരിക്കലേ വരത്തുള്ളൂ. അവസരം കിട്ടുന്ന സമയത്ത് ചാടി കയറി പിടിച്ചോണം. പിന്നീട് നമ്മൾ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നല് നിങ്ങൾക്ക് ഒരു അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ഇങ്ങനെ എൻക്വയറി വന്നിട്ട് അന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് അത് അല്ല വേണ്ട പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെ 2 കൊല്ലം കണ്ടിട്ട് അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല അതിപ്പോ പറയാൻ അത് നമ്മള് റീസെന്റ് എനിക്കൊന്ന് 2 കൊല്ലം മുമ്പ് നമ്മള് മസാല, അതായത് ആരാടെ ഷാർജ മസാല നമ്മളൊരു 1 BHK വില കൊടുത്തത്. അന്ന് എടുത്ത പ്രൈസ് അല്ലായിരുന്നല്ലോ. ഇപ്പം അന്ന് നമ്മൾക്ക് 2 ക്ലയന്റ് വന്നിരുന്നു. ഒരാൾ നമ്മൾ പറഞ്ഞു ഇപ്പം നല്ലതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ അയാൾ ചെയ്തു. മറ്റേ ആൾ പറഞ്ഞു ഓക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പുതിയ പ്രൊജക്റ്റ് ആണ്, അപ്പം അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി പഠിച്ചുകൊണ്ടിരുന്നു, മറ്റേ ആൾ പഠിക്കണ്ട ഞാൻ മേടിച്ചിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പം ആള് മേടിച്ച പൈസയ്ക്ക് ഡബിൾ പൈസ കൊടുത്താലും ഈ പുള്ളിക്കാരൻ ഇപ്പം മേടിക്കാൻ വെച്ചാൽ നടക്കത്തില്ല. പുള്ളി ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, അയ്യോ ഞാൻ അന്ന് മേടിച്ചിട്ട് മതിയായിരുന്നല്ലോ എന്നൊരു റിഗ്രറ്റ്. അതിനാണ് ഒരു കൺസൾട്ടന്റ് അതെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു നാളെ ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ UAE എവിടെ വേണേലും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പൊ ഞങ്ങള് ദുബായ്, ഷാർജ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടിവിൻ ബ്രോ ആണെന്നുണ്ടെങ്കിൽ അബുദാബി ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ എമിറേറ്റ്സിലും നമുക്ക് നമ്മുടെ ആളുകളുണ്ട്. നമ്മൾ അത്ര രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അല്ലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ധൈര്യമായിട്ട്